പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നു. മഹാസമ്മേളനം പുതുപ്പള്ളിയിൽ വെച്ച് നടക്കുകയാണ്. ആ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ആരാധ്യനായ നമ്മുടെ എല്ലാ നേതാവ് രാഹുൽ ഗാന്ധി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭ്യന്തരായ തിരുമേനിമാരോടൊപ്പം നമ്മുടെ നേതാക്കന്മാരോടൊപ്പം അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ശ്രീ ചാണ്ടിയുമ്മൻ MLA ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ യോഗത്തിന്റെ അധ്യക്ഷൻ, ആദരണീയനായ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അവർ, ഭാരതത്തിന്റെ പ്രിയപ്പെട്ട നേതാവ്. വിവരങ്ങളുമായി ദേവൻ, ഈ ചടങ്ങിൽ ആരൊക്കെയാണ് പ്രധാനമായും അവിടെ സംസാരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടകനായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൂടി ഇപ്പോൾ വേദിയിലേക്ക് രാവിലെ പള്ളിയിലേക്ക് രാഹുൽ ഗാന്ധി കല്ലറയിൽ കഴിഞ്ഞ 2 വർഷം കൂടെ ചേർത്ത് 55 വർഷക്കാലം എന്റെ പിതാവിനെ ചേർത്ത് പിടിച്ചു, ഇന്നും പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന്റെ 2ാം ചരമവാർഷിക ദിനമാണ്. ആ ചടങ്ങിലേക്കാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എത്തിച്ചേർന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ, പ്രധാന UDF നേതാക്കന്മാർ എല്ലാവരും തന്നെ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സംസാരിക്കുകയാണ്. അവിടെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും വർഷങ്ങളായി പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തുന്ന നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. If there is a word to define Rahul Gandhi, that would be compassion. Compassion to fellow human beings, compassion to Dalits, compassion to minorities, compassion to Adivasis, compassion to the poor, compassion to the voiceless, compassionate towards all human beings whom he meets.
There is no better person to inaugurate the second memorial of my father, Umman Chandi. Dear sir, thank you for accepting our invitation and being here. On behalf of Puduppally of Kerala, we request you to be here and thank you. Welcome, Sri Rahul Gandhi ji. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മൊറാൻമ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയനാണ് ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. തന്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും മലയാളക്കരയിലാകെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മലയാളത്തിന്റെ വലിയടന് ഈ യോഗത്തിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരിയുടെ അതിരൂപതയുടെ അഭിവന്ദനായ മെത്രാപ്പോലിത്ത തിരുമേനി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് നമ്മളോടൊപ്പം ഈ അനുസ്മരണത്തിൽ പങ്കുചേരുന്നു. തന്റെ പ്രഭാവം കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകത്തൊക്കെയിലും പ്രഭയുടെ വലം സൃഷ്ടിച്ച ശ്രേഷ്ഠ ഇടയനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലെയും കടന്നു വന്ന കേരളത്തിന്റെ ആകെ മനസ്സ് കവർന്ന നേതാവാണ് ശ്രീ KC വേണുഗോപാൽ അവർകൾ. താൻ കേരളത്തിൽ നിന്ന് ആർജിച്ചെടുത്ത ആ പ്രവർത്തന ശൈലി ഭാരതത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ കരുത്താർജിക്കുവാൻ ഉപയോഗിക്കുന്ന ശ്രീ KC വേണുഗോപാൽ അവരെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ മതേതര മുഖമായ പാണക്കാട് സാദിഖലി തങ്ങൾ അവർകൾ തന്റെ പൂർവികരെ പോലെ ഇരിക്കുന്ന ഇരുന്നുകൊണ്ട് ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തും ഒരുമയുടെ, ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ, മതേതരത്തിന്റെ സന്ദേശം പറത്തുന്ന ഈ വലിയ നായകനെയും പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിലെ അസംബ്ലിയിൽ പാവപ്പെട്ടവന്റെ ശബ്ദം. ഉമ്മൻചാണ്ടി അനുസ്മരണ വേദിയിൽ ചാണ്ടി ഉമ്മൻ സംസാരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.